നസ്ലിന്റെയും മമത ബൈജുവിനും കരിയറിൽ വലിയ നേട്ടമുണ്ടാക്കിയ ചിത്രമായിരുന്നു പ്രേമലു. ചിത്രം ഇതര ഭാഷാ പ്രേക്ഷകർക്കിടയിൽ നേടിയ വലിയ സ്വീകാര്യത മറുഭാഷാ സിനിമകളിൽ നിന്ന് വലിയ അവസരങ്ങളാണ് മമതയ്ക്ക് കൊണ്ടുവന്നത്. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നസ്ലിന്റെ താരമൂല്യം കാര്യമായി ഉയർത്തിയ ചിത്രമായിരുന്നു ഇത്. തെലുങ്ക്, തമിഴ് പ്രേക്ഷകർക്കിടയിലും വലിയ ചലനം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിന്റെ വിജയാഘോഷവേളയിൽ വെച്ചാണ് നിർമ്മാതാക്കൾ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച അപ്ഡേഷനുകളൊന്നും വരാതിരുന്നതോടെ നിർമ്മാതാക്കളും താരങ്ങളുമൊക്കെ എവിടെ പോയാലും പ്രേമലു 2 കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. അടുത്തിടെയാണ് ചിത്രം ഏറെക്കുറെ ഉപേക്ഷിച്ചു എന്ന കാര്യം നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ അറിയിച്ചത്. ഇപ്പോഴിതാ അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് നസ്ലിൻ. താൻ നായകനാവുന്ന പുതിയ ചിത്രം മോളിവുഡ് ടൈംസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ക്ലബ് എഫിനു നൽകിയ അഭിമുഖത്തിലാണ് നസ്ലിൻ ഇക്കാര്യം പറഞ്ഞത്. പ്രേമലു 2 ഉപേക്ഷിച്ചതിന് കാരണം എന്തെന്നുള്ള ചോദ്യത്തിന് തിരക്കഥാപരമായ കാരണങ്ങളാണ് നസ്ലിന്റെ പ്രതികരണം. തിരക്കഥ വിചാരിച്ചതുപോലെ വന്നില്ലെന്നും അതിനാൽ ഉപേക്ഷിച്ചുവെന്നും നസ്ലിൻ പറയുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ പ്രോജക്റ്റ് വന്നുകൂടായില്ലെന്നും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കർ, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്ന സംരംഭമായ ഭാവന സ്റ്റുഡിയോസ് ആയിരുന്നു പ്രേമലുവിന്റെ നിർമ്മാണം. പ്രേമലു 2 പ്രഖ്യാപിച്ചതും ഈ കമ്പനിയായിരുന്നു. അതേസമയം പ്രേമലു 2 ഉപേക്ഷിച്ചതിന് പകരമായി അതിന്റെ സംവിധായകൻ ഗിരീഷ് ഷെഡിയുമായി ചേർത്ത് മറ്റൊരു ചിത്രം അവർ നിലവിൽ ചെയ്യുന്നുണ്ട്. നിവിൻ പോളി നായകനാവുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റാണ് ആ ചിത്രം. മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണംവാരി പടങ്ങളുടെ ലിസ്റ്റിൽ 12ാം സ്ഥാനത്താണ് നിലവിൽ പ്രേമലു. മറുഭാഷ പ്രേക്ഷകരും ഏറ്റെടുത്ത ചിത്രമായതിനാൽ വലിയ ബോക്സ് ഓഫീസ് സാധ്യതയാണ് സീക്വലിന് ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ മറുഭാഷ പ്രേക്ഷകരും വരാനിരിക്കുന്ന സീക്വലിനെക്കുറിച്ച് ആവേശത്തിലായിരുന്നു സംസാരിച്ചത്. ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു എന്ന കാര്യം അവരിലേക്ക് കാര്യമായി എത്തിയിട്ടുമില്ല.